ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ അബ്രഹാം എന്ന പിതാവിനെ സംബന്ധിച്ചാണ് പ്രത്യേകമായി പഠിക്കുന്നത്. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന പാഠമാണ് ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പ്രത്യേകമായി രേഖപ്പെടുത്തുവാനുള്ളത്. അബ്രഹാം എന്ന വ്യക്തി ആദ്യമായി വേദപുസ്തകത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലാണ്. ഈ ഭാഗത്ത് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നതായി നാം കാണുന്നുണ്ട്. അബ്രഹാം എവിടെയായിരുന്നു? അവൻ കൽദയരുടെ ഊര് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നുവെന്ന് 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. അവിടെ കൽദയരുടെ ഊരിലായിരുന്ന അബ്രഹാമിനെ ദൈവം പ്രത്യക്ഷപ്പെട്ട് അവനെ വിളിച്ചു. അവനെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ, നീ ഇവിടെ നിന്നാൽ പോരാ, ഞാൻ നിനക്ക് വേണ്ടി ഒരു ദേശം ഒരുക്കിയിട്ടുണ്ട്, അവിടെ നീ പോകണം. കനാൻ ദേശമാണത്. പക്ഷേ അബ്രഹാമിന് കനാൻ എവിടെയാണെന്നോ അത് എങ്ങനെയുള്ള ദേശമാണെന്നോ ഒന്നും തിട്ടമില്ല. തിട്ടമില്ലാത്ത ഒരു രാജ്യത്തേക്ക് ദൈവം പറയുകയാണ്, നീ പോയിരിക്കണം. ദൈവത്തിൻ്റെ വിളിയും നിയോഗവുമാണ്. അങ്ങനെ അബ്രഹാമിനെ വിളിച്ച്, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണം എന്നാണ് പറയുന്നത്. കാണിപ്പാനിരിക്കുന്ന ദേശം, അവിടേക്ക് പോകണമെന്ന് ദൈവം ആവശ്യപ്പെടുമ്പോൾ അബ്രഹാം കൽദയരുടെ ഊരിൽ നിന്ന് കനാനിലേക്ക് പോകുവാൻ തീരുമാനമെടുക്കുന്നതായി നാം കാണുന്നുണ്ട്. I will make you into a great nation. I will bless you. Go from your country, your people, and your father's household. ഇവിടെ ഒരു കാര്യം നമ്മൾ അടിവരയിടണം. ദൈവത്തിൻ്റെ വിളിയും നിയോഗവും. ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട്. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് ദൈവം കാണിക്കുന്ന ഒരിടത്തേക്ക് പോകണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ദൈവത്തിലുള്ള പരിപൂർണമായ ആശ്രയമാണ് ആ വിളിയും നിയോഗവും സ്വീകരിക്കുവാൻ നമ്മെ സന്നദ്ധരാക്കുന്നത് എന്ന പാഠമാണ് അബ്രഹാമിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യവത്തായ ഒരു ഗുണവിശേഷം. അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ടു, അത് അനുസരിച്ചു. അങ്ങനെ അവൻ ജീവിച്ചുകൊണ്ടിരുന്ന ദേശത്തു നിന്ന് കർത്താവ് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുവാൻ പുറപ്പെടുകയായി. നമുക്കെല്ലാവർക്കും കുഞ്ഞുങ്ങളെ ദൈവവിളിയുണ്ട്, നിയോഗമുണ്ട്. അത് നാം കേട്ടുകൊള്ളണം. അതിനനുസരിച്ച് നമ്മൾ പുറപ്പെട്ടുകൊള്ളണം. ദൈവം നിന്നിലൂടെ വൻകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അങ്ങനെ ആ വിളി കേട്ട് മുൻപോട്ട് പോകുന്നതിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അബ്രഹാമിന് ദൈവം 4 അനുഗ്രഹങ്ങൾ നൽകുന്നതായി നാം കാണുന്നുണ്ട്. ഒന്നാമതായി പറയുകയാ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സന്താന പരമ്പര ഉള്ള ഒരു വലിയ ജാതിയായി മാറും. അബ്രഹാം വിവാഹിതനായിരുന്നു. ഭാര്യ സാറ അന്ന് വരെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടില്ലാത്ത വന്ധ്യയായിരുന്നു. വന്ധ്യയായ ഭാര്യയുള്ള അബ്രഹാമിനോടാണ് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന് പറയുന്നത്. അബ്രഹാമിന് യുക്തിപരമായത് എങ്ങനെ വിശ്വസിക്കാൻ നോക്കും? പക്ഷേ അബ്രഹാം
വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് വിശ്വസിച്ച ഒരു വലിയ വ്യക്തിത്വമായിരുന്നു. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിൻ്റെ പേര് വലുതാക്കും, ലോകം മുഴുവനും നിൻ്റെ പേര് അറിയപ്പെടും. ഇന്നെന്നല്ല, ഭാവിയിലും നൂറ്റാണ്ടുകൾക്ക് ശേഷവും അബ്രഹാമിൻ്റെ പേര് വലുതായി പരിഗണിക്കപ്പെടുകയാണ്. എങ്ങനെ? ദൈവത്തിൻ്റെ വിളി കേട്ട് അതനുസരിച്ച് ദൈവനിയോഗം സ്വീകരിച്ച് പൂർണ്ണമായും ദൈവവിളിക്ക് വിധേയപ്പെട്ടു പോയ ഒരു വലിയ ദൈവപുരുഷനായിരുന്നു അബ്രഹാം. അതുകൊണ്ട് അവൻ്റെ പേര് ഇന്നും നമ്മൾ സ്മരിക്കുകയാണ്. മൂന്നാമത് കൊടുക്കുന്ന അനുഗ്രഹം, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്നാണ്. നീ ഒരു അനുഗ്രഹമായിരിക്കും. യു വിൽ ബി എ ബ്ലെസ്സിങ്. അത് അടിവരയിടണം നമ്മൾ. ദൈവം നമ്മളെ വിളിച്ച് പറയുക, മക്കളെ, എൻ്റെ വിളി കേട്ട് അനുസരിച്ച് അതിൻ പ്രകാരം നീ പോകുമെങ്കിൽ, ആ നിയോഗവും വിളിയും നീ സ്വീകരിക്കുമെങ്കിൽ നീ ഒരു വലിയ ജാതിയായിത്തീരും, നിൻ്റെ പേര് വലുതാകും, മാത്രമല്ല നീ ഒരു അനുഗ്രഹമായിരിക്കും. ആർക്ക്? ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിരിക്കും. ഇതൊന്നുകൂടി ഉറപ്പിച്ച് പറയുന്നതാണ് നാലാമത്തെ അനുഗ്രഹം. നിന്നിൽ നീ മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും, മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുന്നവർ അനുഗ്രഹീതരാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിച്ച അനുഗ്രഹീതരിലൂടെ അനേകർ അനുഗ്രഹം പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് വരും. അതാ നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഒരു ദൈവപൈതൽ, അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ച ഒരു ദൈവപൈതൽ, ആ ദൈവപൈതലിൻ്റെ ഭവനത്തിലേക്ക് വരുന്നവർ, അവനുമായി കൂട്ടുകൂടി സഖ്യതയിൽ വരുന്നവർ, അവരിലേക്കും ആ അനുഗ്രഹം ലഭിക്കുന്നതിനിടയായി തീരും എന്നുള്ളതാണ്. ഇതൊരു വലിയ സാക്ഷ്യമാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ, നമ്മൾ അനുഗ്രഹീതരാകുമ്പോൾ ആ അനുഗ്രഹം ഒരു വെളിച്ചം പോലെയാണ്. ഒരു കൊച്ചു ചിരാത് കത്തി നിൽക്കുന്നു, വെളിച്ചമായി നിൽക്കുന്നു. ആ വെളിച്ചം എവിടെയുണ്ടോ ആ ഭവനം അനുഗ്രഹിക്കപ്പെടും. ആ ഭവനത്തിലേക്ക്, ആ അന്തരീക്ഷത്തിലേക്ക് ആരൊക്കെ കടന്നു വരുന്നുണ്ടോ അവരും അനുഗ്രഹീതരായിത്തീരും. തീർച്ചയാണ് കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതം ദൈവവിളിക്ക് അനുസരണമായി ക്രമീകരിക്കുമ്പോൾ ദൈവം നമ്മളിൽ പ്രസാദിക്കുകയായി, നമ്മൾ അനുഗ്രഹീതരായി മാറുകയായി. ആ അനുഗ്രഹം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ആരൊക്കെ നമ്മളുടെ അടുക്കിലേക്ക് വരുന്നുവോ, ഈ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നുവോ, അവരെല്ലാവരും വെളിച്ചം സ്വീകരിക്കും. നാളതുവരെ തിന്മയിൽ നിറഞ്ഞ് അനുഗ്രഹം നഷ്ടപ്പെട്ടവർ ആ വെളിച്ചം കണ്ട് അനുഗ്രഹീതരായി മാറുന്നതായി ഒരു പുത്തൻ അനുഭവത്തിലേക്ക് വരുമെന്നാണ് അബ്രഹാം നമ്മളെ പഠിപ്പിക്കുന്ന വലിയ പാഠം. കുഞ്ഞുങ്ങളെ, ദൈവം നമ്മെ വിളിക്കുന്നുണ്ട്, ദൈവം നമ്മെ നിയോഗിക്കുന്നുണ്ട്, ഒരു പുതിയ നിയോഗം തരുന്നുണ്ട്. എ കോൾ ആൻഡ് എ കമ്മീഷൻ. അത് ഇവിടം വിട്ട് വേറൊരു ദേശത്തേക്ക് പോകണമെന്ന്. അത് അനുസരിക്കുമ്പോൾ ദൈവം നമ്മളെ അത്ഭുതകരമായി ഉള്ളം കയ്യിലെടുത്ത് ഉപയോഗിക്കും എന്ന. നീ ഒരു വലിയ ജാതിയായിത്തീരും, നിനക്ക് മക്കളുണ്ടാവും, അവരുടെ സന്തതി ഉണ്ടാവും, അങ്ങനെ ഒരു വലിയ ജാതിയായിത്തീരും. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നിൻ്റെ പേര് വലുതാകും, നീ അനുഗ്രഹീതരായിരിക്കും. നിൻ്റെ അടുക്കിലേക്ക് ഈ പ്രകാശമാകുന്ന
അന്തരീക്ഷത്തിലേക്ക്, ജീവിതത്തിലേക്ക് ആരൊക്കെ അടുത്തടുത്ത് വരുന്നുണ്ടോ അവരെല്ലാം പ്രകാശിതരായിത്തീരും. അബ്രഹാം നമുക്കൊരു മാതൃകയാണ് ഈ കാര്യത്തിൽ എന്ന് പ്രത്യേകം നാം ശ്രദ്ധിക്കുന്നു. കുഞ്ഞുങ്ങളെ, ദൈവം തമ്പുരാൻ നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.